ഗൈസ്, എല്ലാവർക്കും പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാർട്ട് 1 ചാനലിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മളീ പോകുന്നത് ചെങ്കോട്ടയിലോട്ടാണ്. അച്ചൻകോവിൽ വന്നാൽ അവിടുന്ന് അധിക ദൂരം ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം കേട്ടോ. അപ്പം അവിടെ വരെ വരുന്നവർ ഈ പ്ലേസും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾ ഫസ്റ്റ് വന്ന ഈ ഡാമിൻ്റെ അടുത്തോട്ടാണ്. നമ്മൾ റോഡ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഡാമിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഈ ഡാമിന് താഴെ ഒരു തോട് പോലെ ഒരു കനാൽ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരെല്ലാം അവിടെ തുണി കഴുകുകയും കുളിക്കുകയൊക്കെ ചെയ്യാണ്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിവിടെ ഇറങ്ങിയില്ല. നമ്മൾ ജസ്റ്റ് ഈ വഴി ഒന്ന് പാസ് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് കാണാൻ വേണ്ടി പോയതാണ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദിസ് വീഡിയോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആ ചൂടൊന്ന് സഹിക്കാമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ പാടങ്ങൾ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഇത്ര വിശാലമായിട്ട് നമുക്ക് കാണാൻ കിട്ടത്തില്ല. എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കണ്ടാലായി. ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു വട്ടം ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പുനലൂർ വഴിയാണ് വന്നത്. ആ പാടത്തിൽ നമുക്ക് ഇത്രയും വിശാലമായിട്ട് ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇത്ര നടക്കുന്നിടത്ത് ഇത്ര വീതിയും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം ഇത് ഇച്ചിരി വലിയ പാടമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ റീൽസോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് പോവാം. അപ്പം നമ്മുടെ ലക്ഷ്യവും വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു നമുക്ക് കുറച്ച് അങ്ങ് പോയിട്ട് ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഈ തമിഴ്നാട് വന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഈ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഗ്രാമങ്ങൾ ഏറ്റവും ഭംഗിയാക്കുന്നതിൻ്റെ ഒരു പകുതി ക്രെഡിറ്റ് അവിടുത്തെ കർഷകർക്കുള്ളതാണ്. ഈ നെൽപ്പാടം ആയാലും പച്ചക്കറിത്തോട്ടം ആയാലും പൂന്തോട്ടം ആയാലും അതൊക്കെ കാണാനായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ നിന്ന് പോവും. കാരണം കണ്ണിനും മനസ്സിനും ഒരുപോലെ ഒരു ഫുൾഫിൽ ചെയ്യുന്നൊരു സംഭവമാണ്. വെയിലടിച്ചാൽ എങ്ങും നിൽക്കാത്ത ഞാൻ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ വീഡിയോയും ഫോട്ടോസും എടുത്ത് ഫോണിലെ ചാർജ് തീർന്നു. അപ്പം നമ്മൾ അടുത്ത തിരുമലക്കോവിലോട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന റൂട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പിലോ മറ്റോ ഫോണൊന്ന് ചാർജ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്പലത്തിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി ഫോൺ ചാർജ് ചെയ്ത് ഫോൺ എടുത്തിട്ടാണ് തൊഴാൻ കയറിയത്. എന്റെ അലപ്പ് കാരണമല്ല, ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അവിടെ ഇതുപോലെ ചെറിയൊരു ഗോപുരത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു പ്ലഗ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഫോൺ ചാർജ് ചെയ്തത്. അപ്പോൾ ഫോൺ വെച്ചിട്ട് പോകാൻ പറ്റാത്ത കാരണം നമ്മൾ ഫോൺ ചാർജ് ആവുന്നവരെ അവിടെ നിന്നു. എന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കയറിയത്. അപ്പോൾ അത്ര കൂടെ ലേറ്റായി. നമ്മൾ കയറി അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കയറി കറക്റ്റ് ഭഗവാന്റെ ഫ്രണ്ടിലെത്തിയ ടൈമിൽ അവരവിടുത്തെ ആ ഒരു കർട്ടൻ ഇട്ടു. കർട്ടൻ പോലെ ഒരു തുണിയാണ് കേട്ടോ. അവിടെ നമ്മൾ നട അടച്ചിട്ടില്ലെങ്കിൽ അവർ ആ കർട്ടനാണ് ഇടുക എന്തെങ്കിലും പൂജ മറ്റോ ചെയ്യാൻ നേരം. അപ്പം ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇത് ഫ്രണ്ടിലെത്തിയപ്പോൾ അടച്ചല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആൻറ്റിയൊക്കെ അടച്ചുകൊണ്ട് അങ്ങ് പോയി. എന്നാൽ തിരുമേനിമാരും വെയിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ഓർത്ത് അയ്യോ അടച്ചു, അപ്പോൾ മുമ്പോട്ട് പോകണോ വേണ്ട എന്ന് ഓർത്ത് ഇങ്ങനെ നിന്ന ടൈമിൽ തുറന്നു. അതുകൊണ്ട് നല്ലോണം കണ്ടു. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമമായേനെ. ഫുള്ള് ലേറ്റായി നടന്നുകൊണ്ട് പുള്ളിക്കാരൻ വിചാരിച്ചാണോ ഇവിടെയും കൂടെ കുറച്ച് ലേറ്റാവാൻ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ കണ്ടപ്പോൾ. ഇവിടെ ഈ തിരുമലക്കോവിൽ മുരുകനെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ആ പൊട്ടിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. ദർ ഇസ് എ ഇൻക്രെഡിബിൾ പവർ ഓർ പൾസ്. അതെന്തിൻ്റെയോ റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഈ സമയത്തൊക്കെ നമ്മൾ വെയിലായാലും നമുക്കിവിടെ ഈ ഇതിന്റെ മണ്ടയിലൂടെ ഭയങ്കര ചൂടായിരിക്കും. അതൊരു വട്ടം നമുക്ക് അനുഭവമുണ്ട്. ജോസ് നേരത്തെ ഈ സ്റ്റെപ്പിന്റെ അതുവഴി കളഞ്ഞു ചാടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ജോസ് കളഞ്ഞു ചാടി പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ജോസല്ലേ എടുത്തു തന്നെ, ഞാനാണ് കളഞ്ഞു ചാടുന്ന വീഡിയോ എടുത്തത്. നമ്മൾ അവിടുന്ന് തിരിച്ചത് ഒരു 5:30-5:45 ആയേ. എനിക്കാണെങ്കിൽ അവിടുന്ന് പോകണമെന്നേ ഇല്ലായിരുന്നു. കാരണം ഈ സന്ധ്യ സമയം ആയതുകൊണ്ട് നല്ല തണുപ്പും കാറ്റും അവിടെ അങ്ങനെ ആ മലയുടെ മണ്ടയ്ക്കല്ലേ. അപ്പം നമുക്കവിടെ നിൽക്കാനും നല്ല രസമാണ്. അപ്പം ഇനി ഈ അച്ചൻകോവിലൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക. ആ ഡാമിൻ്റെ അവിടുന്ന് അധിക ദൂരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 10-14 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. അപ്പം നിങ്ങൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അമ്പലത്തിൻ്റെ ആ ഒരു ടോപ്പ് വരെ നമുക്ക് പോകാനും അവിടെ വഴിയുണ്ട്. അടിപൊളിയാണ്. ഭയങ്കര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.